പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവന് നീക്കത്തിൽ ശിവ വിറച്ചുപോയി. ഐ ടോൾഡ് യു ശിവ, ദാറ്റ് ടാറ്റു. തേങ്ങയാണോ മരത്തറിയാ എന്നെ അറ്റാക്ക് വരുത്തി കൊല്ലൂലോ കൃഷ്ണ, ഞങ്ങൾ കൊല്ല് കൊല്ല് കൊല്ല്. നെഞ്ചിലടിച്ച് നിലവിളിക്കാൻ കഴിയാത്തോണ്ട് കുട്ടി സ്വയം ഉള്ളിൽ അലറി. ഏത് നേരത്താണാവോ എനിക്ക് എന്ന ആത്മയോടെ ആളവന്റെ പിടിയിൽ നിന്ന് കൈമോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നോ വേ ശിവ, ഞാൻ പോവാൻ നിന്നല്ലായിരുന്നു കൊച്ചേ. പിടിച്ചു വെച്ചത് നീ തന്നെയാ. എനിക്ക് കണ്ടേ പറ്റൂ. ആസുര കണ്ടേ പറ്റൂന്ന് പറയും. ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ല, ഇയാളൊന്ന് പുറത്തുപോയി കയ്യെന്ന് വീട്ടു വന്ന് പറഞ്ഞു മുഴുമിക്ക് മുമ്പേ അവൾ വലിച്ചു തന്നെ നെഞ്ചിലേക്കായി ചേർത്തിരുന്നു. ഓൾറെഡി ടാറ്റൂവിൽ മൂക്കും കുത്തി വീണവൻ ഒറ്റവലിയിൽ തന്നിലേക്കായി ചേർന്നവിടെ മാറിന്റെ മൃദുലതയിൽ പിടിവിട്ടു പോയവൻ അവളുടെ ഇടുപ്പിനായി പിടിച്ച തന്നിലേക്കായി ചേർത്ത് നിർത്തിയ അതേ വേഗതയിൽ അടുത്ത നിമിഷം അവളിൽ നിന്ന് പിടഞ്ഞു മാറിയവൾ ചുമരോട് ചേർന്ന് നിന്നു. എന്റെ അടുത്തോട്ട് വരരുത്. എന്നിട്ടും ചുവട് വെക്കുന്നവനെ കാണെ പകച്ചു പോയ ശിവ അടുത്തുള്ള ഷാമ്പൂ ബോട്ടിൽ കയ്യിലെടുത്ത്. എന്റെ അടുത്തോട്ട് വരരുതെന്നല്ലേ പറഞ്ഞ് വന്ന് കൃഷ്ണനാണ് ഞാൻ അറിയും. വേണ്ട, അടുത്തോട്ട് വരരുത്. എന്നിട്ട് മുന്നോട്ട് ചുവട് വെച്ചതേ അവൾ ബോട്ടിൽ അവന് നേരെ എറിഞ്ഞിരുന്നു. ശിവാ എവിടെ? അവന് വാക്കൊന്നു പോലും കേൾക്കാതെ അവിടെ വെച്ച് ഓരോ ബോട്ടിൽ എറിയവേ കയ്യാൽ തടുത്തുകൊണ്ടവൻ. നീ റൗഡി, അടങ്ങിലടി, ഞാൻ എറിയും. ഈ നിൽപ്പിലുള്ള എറിയലും കാണാൻ ഒരു ചന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് കൈനീട്ടി ആംഗിൾ വെച്ച് ടവലെടുത്ത് മുന്നിലായി മറച്ചു പിടിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. ഇനി നോക്കിയാൽ കണിയാൻ കുത്തിപ്പൊട്ടിക്കും. എന്നാത്തിനാണ് ഈ പെണ്ണ ഇത്രയ്ക്ക് ദേഷ്യം? സോറി, ഞാൻ ആ നേരത്തെ ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോയി. അതിന് എന്നാ വേണേലും ചെയ്യാം. ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്ന ഒഴിച്ച്. ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് മുഖം തിരിച്ച അടുത്ത നിമിഷം അവൻ അവളിലേക്കായി ചേർന്നിരുന്നു. ശിവ, ഐ ആം സോറി. ഐനോ ഞാൻ പറഞ്ഞ വാക്ക് ഒത്തിരി വേദന നൽകിയെന്ന്. ആ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയി. ട്രിപ്പിന് പോരില്ല. ഈ പെണ്ണിത് ശിവ ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടി പെണ്ണേ. ജീവിതം തുടങ്ങിയില്ലേലോ അടി തുടങ്ങിയാലോ? അത് നിന്റെയൊക്കെ കയ്യിലിരിപ്പുണ്ടല്ലേ. എന്റെയോ? നിങ്ങളെ ആള് ശരിയല്ല, കള്ള നസ്രാണി. എന്നാടി ഇപ്പൊ വിളിച്ചേ? അതേടി, ഞാൻ ആള് ശരിയല്ല. ഇതേ നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ അനാട്ടമി വരെ ഞാൻ അറിഞ്ഞനെ. എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിക്കാൻ മുതിരരുത്. അതെനിക്കറിയാം, ഗ്യാപ്പ് കിട്ടിയാ തൂമ്പ് കയറ്റുന്നവനാണെന്ന് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് മുഖം തിരിച്ചോ സ്പോട്ടിൽ കൈവിട്ട് ഇടുപ്പിലായി കൈവച്ചവൻ അവളുടെ കഴുത്തിലേക്കായി മുഖം പൂഴ്ത്തിയ പാടെ അവിടെയായി കടിച്ചെടുത്തു. ഏങ്ങിക്കൊണ്ട് അവന്റെ ഷോട്ടിലായി അവൾ പിടിമുറുക്കി. ചെറുതായൊന്ന് കടിക്കാനൊരുങ്ങിയവൻ അവളിൽ നിന്ന് ഉയർന്ന ഗന്ധത്തിൽ മിഴികളടച്ച പാടെ കൊതിയോടെ അവിടെ എവിടെയായി അധരത്താൽ നുണഞ്ഞെടുത്തു. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ ഉള്ളാകെ വിറച്ചുപോയവളുടെ കൈവിരലുകൾ അവന്റെ മുടിയിലായി കൊരുത്തു വലിച്ചു. ആ ചെറുനോവ് അവനിൽ നൽകിയ അനുഭൂതിയിൽ അവളിലേക്കായി പതിഞ്ഞു ചേർന്ന് അവന്റെ അധരം ഇടതടവില്ലാതെ അവളുടെ കഴുത്തിലായി ഒഴുകി നടന്നു. അവന്റെ സ്പർശനത്തിൽ നിന്നൊന്ന് ചലിക്കാനോ തള്ളി മാറ്റാനോ സാധിക്കാതെ അവൾ തളർന്നുപോയി. അവളുടെ ഉയർന്നു പിടിക്കുന്ന ശ്വാസം പോലും അവനിലെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി. തൽഫലമായി അവന്റെ കൈ ഇടുപ്പിലൂടെ ആഴത്തിൽ തെന്നി നീങ്ങി. പെട്ടെന്ന് അവളിൽ നിന്നും തെല്ല് മാറി. ശിവ, എനിക്ക് എന്ന് പറഞ്ഞവന്റെ മിഴികൾ തന്റെ അധരത്തിലാണെന്ന് മനസ്സിലാക്കി പകപ്പോടെ വേണ്ടെന്ന് തലയനയ്ക്കു മുമ്പേ രവി മിഴികളടച്ച് ശിവയുടെ അധരത്തെ പൊതിഞ്ഞിരുന്നു. ആവേശത്തോടെ അവൻ അവളെ അടക്കി പിടിച്ച് അധരത്തെ കടിച്ചു നുണഞ്ഞതും അവനിൽ നിന്ന് അകന്നി മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ ശിവയുടെ കൈ തട്ടി ഷവർ ഓണായതും അവർക്ക് മീതെ വെള്ളം ഒഴുകിയിറങ്ങി. വെള്ളത്തോടൊപ്പം രവി അധരത്തെ നുണഞ്ഞുകൊണ്ടിരുന്നു. വിട്ടുമാറാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അവളിലെ അധരത്തെ അവൻ പൊതിഞ്ഞു. ശ്വാസം വിലങ്ങവേ അവനെ ഊക്കോടെ അവൾ തള്ളി മാറ്റി. ശിവ ശിവ കിതപ്പോടെയുള്ള അവന്റെ വിളിയിൽ അവൾ പെടച്ചിലോടെ മിഴികൾ മാറ്റി. ഷവർ ഓഫ് ചെയ്യാനായി അടുത്തതും അതിനനുവദിക്കാതെ ദേവി അവളുടെ കയ്യിലായി പിടിച്ചു വെച്ച് അരയിലൂടെ കൈ ചുറ്റി വരിഞ്ഞ തന്നിലേക്കായി ചേർത്ത് പിടിച്ചും വിറച്ചുപോയി ശിവ. ഈ ചായ വേണ്ട. ഏയ് റിലാക്സ്, ഇല്ല വച്ചേ എന്ന് പറഞ്ഞ പാടെ അവളിൽ നിന്ന് പിടിയയച്ച് ഷവർ ഓഫ് ചെയ്ത് നിലത്ത് വീണ ടവൽ നോക്കി അടുത്തുള്ള മറ്റൊരു ഹാങ്ങിലായുള്ള അവന്റെ ടവൽ എടുത്ത് അവളുടെ തല തുവർത്തി കൊടുത്തു. എന്നാൽ ശിവ വിറയലോടെ സ്കേർട്ടിൽ തെരുത്തി പിടിച്ച് നിന്നു. വേണ്ടേ, ഇനി ഇവിടെ നിന്നാ നിന്റെ ഇച്ഛാനെ പിടിച്ചാ കിട്ടുകയല്ല എന്ന് പറഞ്ഞ ടവൽ തിരികെ തോളിലേക്കിട്ട് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. ഇപ്പൊ ഞാനങ്ങ് പോവാ, പക്ഷേ പെൻഡിങ് ആയിട്ടുള്ള ഇനിയും കാണാനോ അറിയാൻ ഒരുപാട് അവസരം കിടക്കുമല്ലേ, അന്ന് ഞാൻ അറിഞ്ഞോളാം. എസ്പെഷ്യലി ദാറ്റ് ടാറ്റു എന്ന് പറഞ്ഞ് ചുണ്ടിലായി കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയ പാട് കിതപ്പോടെ അവൾ ഓടിപ്പോയി വാഷ്റൂമിന്റെ കഥ കടച്ചു. നീ റൗഡി, ഞാനിപ്പോ ചെയ്ത കന്നന്തിരിവാണെന്നറിയാം. നിന്നോട് പറഞ്ഞു പോയുള്ള ശിക്ഷ ഞാൻ സ്വീകരിക്കാം. പക്ഷേ അത് എന്നിൽ നിന്ന് അകന്നുകൊണ്ടുള്ളൊന്നും ഞാൻ അനുവദിക്കുകയില്ല. കൊച്ചേ, എന്റെ കൂടെ ട്രിപ്പിന് നീയും കാണും. ഇനി ഒരടവുണ്ട് വീടടക്കൽ നടക്കുകയില്ല. നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് കേൾക്കെ ഉയർന്നു പിടിക്കുന്ന നെഞ്ചിലായി കൈത്തലം ചേർത്ത് വെച്ചവൾ
ഞാൻ നാടുവിലൂടെ അസുരൻ രവി കാപാലിക. സ്വയം പറഞ്ഞ് പല്ലടിച്ച് അവൾ വാതിലിനോട് ചേർന്ന് നിന്നു. കഥകടച്ച് ലോക്ക് ചെയ്ത് തിരിഞ്ഞ കിച്ചു അവിടെ ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് തന്റെ ബാഗിൽ കുത്തിയിറക്കുന്ന അക്കുവിനെ കണ്ട് മിഴിച്ചു നിന്നു. അക്കു എന്ന വിളിയോട് അവൾക്കടുത്തേക്കായി ചെന്നുകൊണ്ട് അവൻ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവളുടെ കയ്യിലായുള്ള ഡ്രസ്സിലായി പിടിച്ചു വെച്ചു. അവനെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ അവൾ ഡ്രസ്സിൽ നിന്നുള്ള പിടിവിട്ട് അടുത്ത ഡ്രസ്സ് എടുക്കാനായി തുനിഞ്ഞു. അക്കു എന്താ ഈ ചെയ്യുന്നേ? ഡിസ്കോ കളിക്കാ. എന്തേ എനിക്ക് കണ്ണു പിടിക്കില്ലേ? ആത്മയോടെ എടുത്ത ഡ്രസ്സ് ബാഗിലേക്ക് വെച്ചു. അക്കു അവളുണ്ട കേട്ട ഭാവം നടിക്കുന്നു. കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ടവൻ. ഐ ആം സോറി അക്കു, ഞാൻ നിന്നോടാ പറയുന്നത്, സോറി. ഇംഗ്ലീഷുകാർ ഒരു വാക്ക് കണ്ടുപിടിച്ചെന്ന് എഴുതി എല്ലാം ചെയ്തും പറഞ്ഞ് കഴിഞ്ഞിട്ട് അതെങ്കിൽ എടുത്തിട്ടാ മതിയല്ലോ. എനിക്ക് ആ പറയപ്പെട്ട സാധനം വേണ്ട എന്ന് പറഞ്ഞ് ഷെൽഫിൽ നിന്ന് അവൾ വീണ്ടും ഒരു ഡ്രസ്സ് കൂടെ എടുത്തോടുകൂടി അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് അവളുടെ കവിളോട് കൈ ചേർത്ത് വെച്ചു. ഒത്തിരി വേദനിച്ചോടി? ഇല്ല, ഈ മാതക്കൈ വെച്ചൊന്ന് കിട്ടിയാൽ വേദനിക്കില്ലല്ലോ. ഇടക്കൊന്ന് ഒഴിവിട്ടുമ്പോൾ സ്വയം ഒന്ന് അടിച്ചു നോക്ക്. അല്ലേ വേദനിച്ചോന്ന്. ആ നിമിഷം എൻ്റെ തലക്ക് ചുറ്റും കറങ്ങിയ നക്ഷത്രങ്ങളുടെയും പൊന്നീച്ചയുടെയും കണക്കെടുക്കാൻ ഒരു സെൻസർ ബോർഡും വന്നിട്ടില്ല. കൂട്ടം കൂട്ടായിട്ട് മോ മോ എന്ന് പറയാൻ എനിക്ക് ചുറ്റും വട്ടിട്ട് പറഞ്ഞ് എനിക്ക് മാത്രമേ അറിയൂ. ഓക്കെ ശരി, ഇത് പറയും. നീ ഇതെന്താ ഈ ഡ്രസ്സെല്ലാം ബാഗിലാക്കുന്നത്? ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. വാട്ട്? അതിന് മാത്രം ഇത്ര വാട്ടാനെന്തിരിക്കുന്നു? സീതാമ യശോദാമയും പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോകും. എങ്ങോട്ട് പോകുന്നു? യു ആർ മൈ വൈഫ്. എന്തോ? എങ്ങനെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഭർത്താവ് എന്ന് പറയുന്ന ഭാര്യയുടെ മുഖം സിറോക്സ് മെഷീൻ പോലെയാക്കുന്നവൻ എന്നല്ല അർത്ഥം. സോ നിങ്ങളെന്ന ഭർത്താവിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രയാവുകയാണ്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, എനിക്കൊന്ന് തരേണ്ടി വന്ന്. അതുകൊണ്ട് ഇനിയും ഞാൻ മേടിച്ചോണ്ടിരിക്കണം എന്നാണോ? ഓഹോ, അപ്പൊ നിനക്ക് നന്നാവാനുള്ള ഒരു ഉദ്ദേശമില്ല അല്ലേ? അത് പിന്നെ നന്നായിട്ട് എന്തിനാ? ഷോക്കേസ് വെക്കാനാ എന്ന് പറഞ്ഞ് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തിയ കണക്ക് ചവിട്ടി തുള്ളി അവനെയും മറികടന്ന് പോയതും എന്നിലോ ചവിട്ടി പാട്ടയടിച്ചു വീണും പെട്ടെന്നായിരുന്നു. അമ്മച്ചി എന്ന നിലവിളിയോടെ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ അവൾ നിലത്തോട്ട് വീണു. അക്കു എന്ന വിളിയോടെ അവനവളുടെ അടുത്തേക്ക് ഓടിയെടുത്തു. അക്കു എന്താ പറ്റി? വീണോ? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. കണ്ണൂടെ ഞാൻ പാട്ടടിച്ച് വീണ് ഭൂമിദേവിയും വന്ദിച്ചെടുക്കുന്ന എന്റെ മുഖത്ത് നോക്കി എന്താണെന്ന് ചോദിക്കാൻ നാളാവുന്നില്ലേ? അയ്യോ അമ്മേ, എന്റെ നടു. കളിപ്പിൽ ഡയലോഗ് അടിച്ച അവസാനം അവൾ വേദനയോട് നിലവിളിച്ച്. അക്കു സൂക്ഷിച്ച്. എന്റെ പടച്ചോനെ, ഇവിടെ എന്താ വെള്ളം? കിടന്നിടത്തുനിന്നും തെല്ലെന്നുയർന്നവൾ കൈകൊണ്ട് നിലത്താകെ പരിശോധിച്ച് കിച്ചുവിനെ നോക്കി. അത് പിന്നെ നേരത്തെ പെട്ടെന്ന് കുളിച്ചിറങ്ങിയപ്പോയതാവും. എന്നെ അങ്ങ് കൊല്ല്. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്നെ മനഃപൂർവ്വം വീഴ്ത്താൻ വേണ്ടി ഇവിടെ വെള്ളം കൊണ്ടൊഴിച്ച് എന്നെ നടുവിന് നെട്ടുമ്പോട്ട് ഊരിയെടുത്തപ്പോൾ തൃപ്തിയായോ? സോർ. ഓക്കെ, പറയുന്നില്ല, പോരെ. അവിടെ എങ്ങനെ ഇരിക്കാവാ, ഞാൻ പിടിക്കാം. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി പിടിക്കായിട്ടാ. ഞാൻ ഒറ്റയ്ക്ക് എണീറ്റോളാം. അയ്യോ എന്റെ നടു. അതിനെന്തിനിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? എനിക്കൊരു തേങ്ങയുടെ ആവശ്യമില്ലെന്ന് ഉദ്ദേശിച്ച് അങ്ങോട്ട് മാറിക്ക്. എനിക്ക് എണീക്കേണ്ടതാ. ബിൽഡപ്പോടെ എണീക്കാൻ ഒരുങ്ങിയ സ്പോട്ടിൽ വേദന ഉണ്ടാൾ അവിടെ തന്നെ ഇരുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന കിച്ചുവിന് നേരെ. ഈ എന്ത് നോക്കിക്കുക? ഒരാൾക്കൊരു അപകടം പറ്റിയത് നോക്കിക്കുന്നുണ്ടില്ലേ? നിങ്ങളെപ്പോഴുള്ളവരാ അപകടം പറ്റിയാൽ ആരെയും രക്ഷിക്കാതിരിക്കുന്നത്. കൊടിമരം കണക്ക് നിൽക്കാതെ പിടിച്ചെണീപ്പിക്കുന്നുണ്ടോ? നീളെ പറഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്തോളാന്ന്. അയ്യട മരമേ, തീപ്പെട്ടി കൊള്ളി. നിങ്ങളുടെ കുളിമുറി, അവിടുന്ന് കുളിച്ചിറങ്ങിയ നിങ്ങൾ. എന്നിട്ട് ഈ റൂം മുഴുവൻ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയെ കണക്കാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എണീക്കണം പോലും. വന്ന് പിടിച്ച് എണീപ്പിക്കണം മിസ്റ്റർ. അവിടെ ചാട കണ്ടൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും തെറ്റു തന്റെ ഭാഗത്തായി പോയ ഒറ്റ കാരണം കൊണ്ട് അവന് ക്ഷമയോടെ അവളെ കൈകൾ കോരിയെടുത്ത് ബെഡിലായി കിടത്തി. ഹാൻഡിൽ വിത്ത് കെയറേ. എന്റെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയെന്ന് തോന്നുന്നു. രാവണൻ, നിന്റെ കയ്യിൽ വല്ല പിണ്ടത്തൈലുണ്ടെങ്കിൽ ഒരു കുപ്പിങ് എടുക്ക്. പിണ്ണയല്ല കിണ്ണം. എന്റെ പടച്ചോനെ, എവിടെ കൊടിയും ചതവും വന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. അവിടെ നിന്ന് നോക്കി പേടിപ്പിക്കാതെ മഹാനുഭാവ ആ പിണ്ടത്തൈലൊന്ന് കൊണ്ടുതരുമോ? അങ്ങനെയുള്ളൊന്നും ഇവിടെ ഇല്ല. 1 മിനിറ്റ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. പെയിൻ കില്ലേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് വേണം എന്ന് ബെഡിൽ നിന്ന് അല്പം തലയുയർത്തി പറഞ്ഞ് നേരെ തിരിച്ച് ബെഡിലേക്ക് അമർന്നു. ആദ്യം നിന്റെ വാടച്ചു വെക്ക്. അതിനെന്റെ വായിക്കല് കേട് നടുവിനാ മിസ്റ്റർ. നിന്ന് താളം ചവിട്ടാതൊന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? അയ്യോ എന്റെ നടു. നാട്ടുകാരെ ഓടി വരണേ, എന്റെ നടു ഈ കാമാലികൻ ഓടിച്ചേ. ഡേയ് മിണ്ടാതിരുന്നോണം. ഈ ബോക്സിൽ കാണുന്നില്ല, ഞാൻ അപ്പുറത്ത് പോയി എടുത്തോണ്ട് വരാം. അതിനിടെ വല്ല കാറിച്ച് നിന്റെ കേട്ടാ എന്ന് കലിപ്പിൽ പറഞ്ഞ കുട്ടി സ്പോട്ടിൽ മിണ്ടാതിരുന്നു. കയ്യിലായി എടുത്ത ഫസ്റ്റ് എയ്ഡ് ബോക്സ് തിരികെ വെച്ചവൻ കഥ തുറന്ന് പുറത്തോട്ട് പോയി. അവൻ പോയെന്ന് മനസ്സിലാക്കിയത് അക്കു പെട്ടെന്ന് ബെഡിലായി എണീറ്റിരുന്നു. രാവണം പോയി. ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഞാൻ നേരിട്ട് പോയി പേടിക്കേണ്ടി വരും കോട്ട്. എന്നെ അഭിനയം ഞാൻ കാഴ്ചവെച്ച് അങ്ങേര് വിശ്വസിച്ചു. എന്നെ അടിച്ചുള്ള പ്രതികാരം ഇങ്ങനെ വീട്ടും. നിങ്ങളെ ഞാനൊരു അടിമക്കണ്ണാക്കും മോനെ രാവണ എന്ന് സ്വയം ആത്മയടിച്ച് ബെഡിലായി കിടന്നു. എന്നാൽ പുറത്തോട്ട് പോയ കിച്ചു ഹരിയെ വാതിൽ മുട്ടി വിളിച്ചു. കഥക് തുറന്നു വന്ന ഹരി കിച്ചുവിനോടായി കാര്യം ചോദിച്ചു.
കിച്ചുവിന്റെ മറുപടി കേട്ടോ അകത്തുനിന്നൊരു നിലവിളി. അയ്യോ എന്റെ അക്കുവിന് എന്താ പറ്റി, വീണോ? എന്നാലറി കോവി ഈശു പുറത്തോട്ട് വന്നു. പക്ഷെ റൂമിന് പുറത്തിടക്കുമ്പോൾ ഹരി കയ്യാൽ കട്ടിളപ്പടിയിൽ കൈവച്ചവളെ ലോക്ക് ചെയ്തു. നീ ഇതെങ്ങോട്ടാണ് ഈ കാവടി തുള്ളി പോകുന്നത്? കാവടി ഉള്ളിയോ? നിങ്ങൾ കണ്ണി ചോറിയുണ്ടോ മിസ്റ്റർ? എന്റെ കൂട്ടുകാരി കൂടപ്പിറപ്പ് പാവ അവിടെ വീണ് നടുവടിഞ്ഞ് കിടക്കുമ്പോ എനിക്ക് എങ്ങനെ ഇവിടെ ഉറക്കം വരും? ഞാനിന്ന് അവിടെ കൂടെയാ. ഒന്നുമില്ല, കുട്ടി അവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ ലൂപ്പോഴുണ്ടാക്കുക. അവളുടെ ആ ഡയലോഗിൽ തന്നെ കാര്യം കത്തിയ ഹരി. അതിന് നിന്റെ ആവശ്യമില്ല, അവളെ കെട്ടിയവനൊരുത്തൻ കൂടെയുണ്ട്, അവൻ നോക്കിക്കോളൂ, നീ അകത്തോട്ട് പോ. ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അവനെ ചെറിഞ്ഞു നോക്കി. ഇനി ഇവിടെ ഡയലോഗ് അടിച്ചെന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ചാടിത്തുള്ളി തിരികെ അകത്തേക്ക് പോയി. അവളുടെ പോക്ക് ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കി നാരി തിരികെ കിസുവിനോടായി. ഡാ, കൂടുതൽ പ്രശ്നമല്ലോ ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? വീണതിന്റെ ചെറിയൊരു പെയിൻ കാണും, ബാക്കി കൂടുതൽ അഭിനയ, അമ്മാതിരി ഓവർ ആക്ടിങ് ആയിരുന്നു എന്ന് പറഞ്ഞവൻ ചിരിച്ചു. ആ പിന്നെ നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഷാം വിളിച്ചിരുന്നു. ഓ, അത് ഫോൺ ചാർജിലായിരുന്നു. എന്താണ് കാര്യം? കാര്യം കുറച്ച് ഉടായ്പ സംഭവം, വേറെ ആരുമില്ല, നമ്മുടെ ഭാര്യമാര് തന്നെ. അവരുടെ ഈ പ്രവർത്തനം മുഴുവൻ നമ്മളോടൊപ്പം ട്രിപ്പ് വരാതിരിക്കാനുള്ള കാട്ടിക്കൂട്ടില. 5-ൽ 4 പേരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവരിരുന്ന ശിക്ഷ ഈ ട്രിപ്പിൽ നിന്ന് ക്യാൻസൽ ആവുകയെന്നാ. മിക്കവാറും നിന്റെ അടുത്ത് അത് തന്നെയാവും. ഓ, അതിനിടക്ക് അങ്ങനെയും പ്ലാൻ ചെയ്തോ? ഉടായ്പിന് കൈയും കാലും വെച്ച മുതലാകത്തുള്ളു. എന്നാലും ഞാനൊന്ന് പോയി നോട്ടെ എന്ന് പറഞ്ഞാൽ തിരികെ റൂമിലേക്ക് പോകവേ റൂമിനകത്തുനിന്ന് പുറത്തോട്ട് തലയിട്ട് നോക്കുന്ന അക്കുവിനെ അവൻ കണ്ട്. തല്ലുകൊളി എന്നുള്ള ആളെ പറഞ്ഞവൻ മുന്നോട്ട് നടന്നു. ഒളിഞ്ഞു നോക്കി അക്കു കിച്ചു വരുന്നതാണേ സ്പോട്ടിൽ തിരികെ ഓടി ബെഡിലായി നീണ്ടു നിവർന്ന് കിടന്നു. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് കേൾക്കാനായി അഭിനയ മികവ് വീണ്ടും പുറത്തെടുത്തു. അയ്യോ എന്റെ നടു എന്നെല്ലാം കാറിക്കൂവി കിടന്നു. ഇത് കേട്ടുകൊണ്ട് അവൻ അകത്തേക്ക് കയറി കഥ കടച്ച് ലോക്ക് ചെയ്തു. അവളുടെ അഭിനയ മികവ് കാണേ ഉള്ളിൽ ചിരിച്ചുപോയി. വന്നോ? എത്ര നേരം കാത്തിരിക്കുന്നു, ഇങ്ങോട്ട് തന്നേക്ക്. ഓയിൻമെന്റിനായി അവൾ കൈ നീട്ടി. ഇനിയിപ്പോ ഈ നടുകൊണ്ട് എണീറ്റ് നടക്കാൻ കഴിയുന്ന എനിക്ക് തോന്നില്ല. മിക്കവാറും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഫുൾ റെസ്റ്റ് വേണ്ടി വരും. കാളവാല് വെക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കുന്ന പോലെ അവൾ തുടങ്ങിയിട്ട് എന്തിനാണെന്ന് മനസ്സിലാക്കി ഇച്ചു പുരികമുയർത്തി. അതിനെന്താന്നറിയില്ലേ? 2 ആഴ്ച ഫുൾ റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ട്രിപ്പിന് എനിക്കൊന്നും വരാൻ കഴിയില്ല. ഹോ, എന്തോ ഒരു ആഗ്രഹിച്ച ട്രിപ്പായിരുന്നു. യോഗ ലമിണിയെ പായ മടക്ക് എന്ന് സ്വയം പറഞ്ഞ അവൻ ഒളികണ്ണിട്ട് നോക്കി. തന്നെ രൂക്ഷമായി നോക്കുന്നവന് നേരെ മുഖത്ത് പെടുന്ന പതർച്ച മറച്ചുകൊണ്ട്. അവിടെ ഇങ്ങനെ തൂണുപോലെ നിൽക്കാണ്ട് ഓയിൻമെന്റ് ഒന്ന് തരുവോ എന്ന് പറഞ്ഞവൾ നോക്കി ഇച്ചു തന്റെ കയ്യിലുള്ള ഓയിൻമെന്റ് ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എന്തായാലും നിനക്കൊന്ന് എണീക്കാൻ പോലും വയ്യാത്ത വേദനയല്ലേ? 2 ആഴ്ചയോളം റെസ്റ്റ്. അതുകൊണ്ട് പൊന്നുമോളം കിടക്ക്, ഞാൻ പുരട്ടിത്തരാം. എന്ത്? നിന്റെ നടുവിനല്ലേ വേദന, കമിഴി നടക്ക്. ഞാൻ അത് വേണ്ട. പിന്നെ എനിക്കെതിന് എന്റെ കൈ, ഞാൻ പുരട്ടിക്കോളാം. എന്റെ റൂം എന്റെ വാഷ്റൂം. ഞാൻ കുളിച്ചു വന്ന് ഇവിടെ മുല്ലപ്പെരിയാർ പോലെ ഡാമൊക്കെ ഉണ്ടാക്കി. അതിൽ നീ വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഉത്തരവാദിയായി ഞാൻ തന്നെ ചെയ്തുതരാം. എന്റെ ഡയലോഗ് എനിക്കിട്ടെന്നെ പ്രയോഗിക്കുന്ന കാലമാടാ എന്ന ആത്മയോട് അവൾ മനസ്സിൽ പല്ലുകടിച്ചു. ഹായ്, എനിക്ക് എന്താന്നറിയില്ല, ഇപ്പൊ വേദന കുറവുണ്ടോന്നൊരു സംശയമല്ല, സത്യം തന്നെയാ, കുറഞ്ഞു എന്ന് പറഞ്ഞ് മെല്ലെ തലവെക്കാൻ നിന്നു. കിടക്കിനാണ് എന്ന ഗർജനത്തിൽ കുട്ടി പോസ്റ്ററായ കണക്ക് ബെഡിൽ അമർന്നു കിടന്നു. അതിനിങ്ങനെ പറഞ്ഞാ പോരെ, ഇങ്ങനെ ഒച്ചിടണോ? നിങ്ങൾ ഇങ്ങനെ അലറി എന്റെ ചെവി ഇങ്ങനെ അടിച്ചു പോയാലോ? വലിയ ഡയലോഗ് അടിച്ചെങ്കിലും മൈൻഡിൽ. ഓ ഗോഡ്, ഐ ആം ട്രാപ്ഡ് എന്ന ആത്മ മുന്നിട്ട് നിന്നു. ഇനി ഒരളവ് അവന്റെ അടുക്കൽ നടക്കില്ലെന്നും അഥവാ തന്റെ പ്ലാനിങ് മനസ്സിലാക്കിയാൽ ആ ട്രിപ്പിന് നാളെ തന്നെ ചാടി കയറി പോവേണ്ടി വരുന്നുള്ള കണക്കുകൂട്ടലിൽ അവൾ അങ്ങനെ തന്നെ അഭിനയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിന്നു. കിച്ചു ബെഡിൽ അവൾക്കടുത്തായി കയറിയിരുന്നു. പകപ്പോടെ അവൾ തെല്ലെന്ന് അകന്നു മാറി. കമിഴി നടക്ക്. അത് വേണോ? സത്യം എനിക്ക് വേദന കുറവുണ്ട്. അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ ഇളിഞ്ഞ ഭാഗത്തോടെ കമിഴ്ന്ന് കിടന്നു. എടുപ്പിന്ന് ടോപ്പൊന്ന് മാറ്റ്. എന്ത്? പിന്നെ ഡ്രസ്സിന് മുകളിലൂടെയാണ് ഓയിൻമെന്റ് പുരട്ടുന്നത്? എനിക്ക് അങ്ങനെ പുരട്ടിയാലും മാറും. ഞാൻ പറയുന്ന കേട്ട് മിണ്ടാ കിടന്നോണം. നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കും. ഞാനിവിടെ റേഡിയോ ഓൺ ചെയ്തേക്കുമല്ലേ. ഇവിടെ പാമ്പ് പിടിച്ച പെൺകുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഗോഡ്, ഞാൻ ഇനിയും മിണ്ടും. കേൾക്കാൻ സൗകര്യം കാതു പൊത്തിക്കോ എന്ന് കേൾക്കാമൻ പെട്ടെന്ന് കമിഴി നടക്കുന്ന അക്കുവിന്റെ മുകളിലായി അമർന്നു. എന്താ ചെയ്യുന്നേ? നിന്റെ ആ തിരുവ ഒന്ന് അടച്ചു വെക്കാൻ പറ്റുമോ നോക്കട്ടെ. വായല്ലേ? അടക്കാം. അടച്ചു. എപ്പോഴേ അടച്ചു. ഇനിയൊന്ന് എണീക്കാമോ? അല്ലേ നാളത്തെ പത്രത്തിൽ പാണ്ടിലോറി കയറിയ തവള. അതല്ല, മാലാഖ എന്ന് കേൾക്കേണ്ടി വരും മിസ്റ്റർ. അവളുടെ ബെല്ലും ബ്രേക്കില്ലാതെ സംസാരം കേൾക്കാൻ സ്വയം പല്ലുകടിച്ച് കിച്ച ആൾക്കരികിലായി എണീറ്റിരുന്നു. അപ്പൊ രാവണനും പേടിയുണ്ട്. സില്ലി ബോയ്. ആത്മയോടുകൂടി കിച്ചു അവരുടെ ഇടുപ്പിൽ നിന്ന് ടോപ്പ് ഉയർത്തവേ നോ എന്നലറി ടോപ്പ് തിരികെ താഴ്ത്തി. എന്താ രാവണ കാവാലിക ചെയ്യുന്നേ? നീ കോപ്പേ. അല്ലയോ മഹാനുഭാവ, എന്താണ് ചെയ്യുന്നതെന്നാണ് നാം ചോദിച്ചു. കലിപ്പോളി. നിനക്കിനി നടുവിന് വേദന പറഞ്ഞ് അതിന്
മീണ്ടാ തലങ്ങ് തിരിച്ച് കിടന്നോ, ഇനി കഴുത്തൂടെ ഉൾക്കണ്ട. അതേ എനിക്ക് വേദന മാറി. ആ മാറിയെങ്കിൽ ട്രിപ്പിന് പോകുന്നതിന് പ്രശ്നമില്ലല്ലോ. അത് എന്നെ ഒന്ന് മുഴുവൻ പറയാൻ സമ്മതിക്കാൻ തോക്കി കയറി വെടിവെച്ചു വിടും. എനിക്ക് വേദന മാറിയെന്ന് തോന്നി സത്യത്തില്, പക്ഷെ മാറിയില്ലെന്ന് ഞാൻ നിഗമനിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും കുഞ്ഞുടുപ്പും ബേബി സോപ്പ് എടുത്തുകൊണ്ട് വരുവാ എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് തലയിണേക്കായി കവിൾ ചേർത്ത് വെച്ചതും തന്റെ ഇടുപ്പിൽ നിന്ന് ടോപ്പ് ഉയരുന്നറിഞ്ഞ് അറിയാതെ ഉമിനീരിറക്കിപ്പോയി. നഗ്നമായ ഇടുപ്പിൽ കൈവിരൽ സ്പർശിക്കവെ തിരിഞ്ഞു നോക്കിയും ഗൗരവത്തോടെ. എന്ത് വേദനയില്ലേ? ഉണ്ട്. എന്റെ തന്നെ ഐഡിയ ആയി പോയി. അല്ലേലുണ്ടല്ലോ. ഉള്ളാരെ പല്ല് കടിച്ചു. തന്റെ ഇടുപ്പിലായി അവന്റെ കൈവിരലുകൾ തെന്നി നീങ്ങുന്നതിനനുസരിച്ച് മിഴികൾ ഇറുക്കി അടച്ചവളുടെ കൈവിരലുകൾ തലയിണയിലായി മുറുകി. കുറഞ്ഞ വേദനയുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പതിയെ അവിടെയായി ഓയിൻമെന്റ് പുരട്ടി. ഇവിടെ വേദന ഉണ്ടോ എന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഇല്ല, അവിടെ മാത്രമേ ഉള്ളൂ. രാവണ, ഇയാൾക്കറിയോ സ്ത്രീകളുടെ ദേഹത്തോടുന്നവരുടെ കയ്യല വെട്ടേണ്ടത്, തലയാ വെട്ടേണ്ടത്. യു ആർ മൈ വൈഫ്. വൈഫ് എന്ന സ്ത്രീയല്ലേ? സംശയമുണ്ട്. കാണും സംശയം കാണും. കെട്ടിയ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ കിളിവാർത്തി നിന്നല്ലേ, അതൊക്കെ തോന്നും, സ്വാഭാവികം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.